ആയത്തുള്ള അലി ഖമനെ എന്ന് പറയുന്ന ഹീറോ, അങ്ങനെ തന്നെ പറയേണ്ടി വരും നമ്മള്. ആ മനുഷ്യൻ എത്രത്തോളം ശരിയായിരുന്നു, അയാളുടെ കാഴ്ചപ്പാട് എത്രത്തോളം ഹ്യൂമാനിറ്റേറിയൻ ആയിരുന്നു, അയാളുടെ കാഴ്ചപ്പാടുകൾ എത്രത്തോളം ഇൻഡിവിജ്വൽ ഫ്രീഡത്തെ ഹനിക്കാത്തതായിരുന്നു എന്നുള്ള ടോക്കെല്ലാം നമ്മൾ മാറ്റിവെച്ച് കഴിഞ്ഞാലും ഹി ഈസ് എ ഹീറോ എന്ന് പറയേണ്ടി വരും ഇപ്പോ. അത് മാത്രമല്ല, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ലോകത്തിന്റെ മുന്നിൽ സംസാരിക്കാനുള്ള ഒരു സ്പേസും അതിനുള്ള ഒരു ലെജിറ്റിമസി ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് സത്യത്തില് ആയത്തുള്ള അലി ഖമനിയുടെ ഫ്യൂണറൽ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ലോകത്ത് ഇങ്ങനൊരു ഫ്യൂണറല് എപ്പോഴാണ് നടന്നത് എന്റെ ഓർമ്മയിൽ ഇല്ല. ഇനിയിപ്പോ ബ്രിട്ടനിലെ വല്ല രാജകുമാരിയൊക്കെ മരിച്ച സമയത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് അത്രത്തോളം ഫോളോ ചെയ്തിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും എത്ര രാജ്യങ്ങളിൽ നിന്നുള്ള ഡെലിഗേറ്റ്സ് ആണ് സത്യത്തില് അവിടെ വന്നിറങ്ങിയത്? എത്ര രാജ്യങ്ങളോടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പും ടോക്കും എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ ഇറാന് വന്നു ചേർന്നിരിക്കുന്നത്. അതൊന്ന് നോക്കിയേ. അതായത് ചൈന, റഷ്യ, അതേപോലെ തന്നെ ഇന്ത്യ, പാകിസ്ഥാന്, ഇങ്ങനെ കുറെ രാജ്യങ്ങളിൽ നിന്നുള്ള, ഈവൻ സൗദി അറേബ്യയും ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികള്, ഡെലിഗേറ്റ്സ് ഇറാന്റെ മണ്ണിലോട്ട്, ഇറാന്റെ ആതിഥേയരായിട്ട്, അതും ഇറാന്റെ ഏറ്റവും പരമോന്ന നേതാവിന്റെ സംസ്കാര ചടങ്ങിന് എത്തിച്ചേരുക എന്നുള്ളതാണ്. ഇതിനെ എല്ലാ രാജ്യങ്ങളുമായിട്ടൊരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിലേക്കും ഒരു നോർമാലിറ്റി, ഒരു നോർമലൈസേഷൻ പ്രോസസ്സിലേക്കും പോവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് സിമ്പിൾ അല്ല. അപ്പൊ യഥാർത്ഥത്തില് ആയത്തുള്ള അലി ഖമനയിനെ കൊല്ലപ്പെടുന്നതോടുകൂടെ, ഇസ്രായേലും അമേരിക്കയും കൊലപ്പെടുത്തുന്നതോടുകൂടെ റെജീം ചേഞ്ച് അല്ല യഥാർത്ഥത്തിൽ അവിടെ നടന്നത്. ആ ഉള്ള റെജീമിനെ സിമെന്റ് ഇട്ട് ഉറപ്പിക്കുന്ന പരിപാടിയാണ് യഥാർത്ഥത്തില് ഇസ്രായേലും അമേരിക്കയും ചെയ്തു വെച്ചത് എന്നുള്ളതാണ് ഇതോടുകൂടെ നമ്മൾ കാണുക, മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇറാന്റെ മണ്ണില് ആക്ച്വലി ഈ റെജീമിനോട് എതിർവികാരമുള്ള ആൾക്കാരുണ്ട്. അവരുടെ ഉള്ളിൽ അടക്കം ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇമേജുകളും ഈ തരത്തിലുള്ള വീഡിയോസും എല്ലാം ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് ആ റെജിമിനോടുള്ള ഒരു സോഫ്റ്റ് കോർണർ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ്. അതിന് അതേ രീതിയിലുള്ള നെറേറ്റീവ്സ് ഇറാൻ സെറ്റ് ചെയ്യുന്നുണ്ട്, അതേ രീതിയിൽ ഇറാൻ അതിനെ ഷോക്കേസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ആ സംസ്കാര ചടങ്ങുകളിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഡെലിഗേറ്റ്സ് വരുന്നതിന്റെ വീഡിയോ, അവിടെ പ്ലേ ചെയ്യുന്ന ഖുറാനിക് വേഴ്സസ്, അതേപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന മര്യാദ, ഇതെല്ലാം കാണുകയാണ്. ഹൗ മച്ച് പവർഫുൾ ഹി ഈസ് എന്നുള്ള ഒരു അറിയാതെ ഒരു വികാരം ആളുകളുടെ ഉള്ളിലേക്ക് അത് കയറും. അത് മാത്രമല്ല, ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ തിയറീസിൽ കൾട്ടിവേഷൻ തിയറി പോലെയുള്ള തിയറീസ് ഒക്കെ ഉണ്ട്. അതായത് അതേപോലെ തന്നെ സ്പൈറൽ ഓഫ് സൈലൻസ് പോലുള്ള തിയറി, ഇതെല്ലാം നമ്മൾ നോക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് കൺസംഷൻ, അതായത് ഒരു ടോപ്പിക്കിനോടോ ഒരു കണ്ടന്റോ ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് അയാൾ അതിനോട് അലൈൻഡ് ആവും. അല്ലെങ്കിൽ മെജോറിറ്റിക്ക് ഒരു വോയിസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ മൈനോറിറ്റിയുടെ വോയിസ് മൈനോറിറ്റി അത് സപ്രസ് ചെയ്യും, മൈനോറിറ്റി അത് മിണ്ടാണ്ടിരിക്കും. ഇതൊക്കെയാണ് ഈ പറയുന്ന കൾട്ടിവേഷൻ തിയറി, ഈ പറയുന്ന സ്പൈറൽ ഓഫ് സൈലൻസ് തിയറി ഒക്കെ പറയുന്നേ കമ്മ്യൂണിക്കേഷനിലെ. യഥാർത്ഥത്തിൽ അത് ഇറാന്റെ മണ്ണിൽ ആക്ച്വലി അത് അപ്ലൈ ആവുന്നു, അത് നടക്കുന്നു എന്ന് വേണം കാണാൻ. ഇപ്പൊ ഈ ഫുട്ബോൾ മാച്ച് നടക്കുന്ന സമയത്ത് പഴയ ഇറാന് ഷാ റജീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ യഥാർത്ഥത്തില് അവിടെ പഴയ മറ്റേ ലയൺ പതാകയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തിനകത്ത് സംഭവിക്കുന്നത് വേറെ രീതിയിലാണ് ഇപ്പോ. അതായത് ആദ്യത്തെ മറ്റേ അലി ഖമനൈ മരിച്ചപ്പോ ഉണ്ടായിരുന്ന സംസ്കാര ചടങ്ങിനേക്കാൾ കൂടുതലായിട്ട് ബൃഹത്തായിട്ട് അതിന് ഷോക്കേസ് ചെയ്ത് അതിലൊരു നരേറ്റീവ് സെറ്റ് ചെയ്ത് വേറെ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ അവർ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഖുറാനിക് വേഴ്സസ് പ്ലേ ചെയ്ത് ആ വേഴ്സസും തന്നെ ആ രാജ്യത്തിനോട് അലൈൻഡ് രീതിയിലൊക്കെ ആ രാജ്യത്തിനൊരു സന്ദേശം കൊടുക്കുന്ന രീതിയിലുള്ള വേഴ്സസ് അവിടെ സെലക്റ്റീവ് ആയിട്ട് പ്ലേ ചെയ്ത്, അപ്പൊ ഇങ്ങനെ അതിനെ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അലി ഖമനയുടെ മരണം, ഇറാന്റെ മേലെ അമേരിക്കയും ഇസ്രായേലും നടത്തിയിട്ടുള്ള അറ്റാക്ക് എന്ന് പറയുന്നത്
യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാല് 42 വർഷമായിട്ട് ഇറാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ ഉപരോധങ്ങളിൽ നിന്നും രക്ഷ കിട്ടുന്ന രീതിയിൽ ഇന്റർനാഷണലി അവർക്ക് ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഹോർമോസിന്റെ കൺട്രോൾ അവർക്ക് കിട്ടുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ മാറുന്നു. കൂടുതൽ രാജ്യങ്ങൾ ഇറാനുമായിട്ട് അലയുണ്ടാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഈവൻ സൗദി അറേബ്യ അടക്കം ഇറാനോട് ഒരു അലൈൻമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇറാനുമായിട്ട് എവിടേക്കോ ഒരു ടോക്കിന് സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യം സെറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് സൗദി അറേബ്യ അടക്കം മാറുന്നു. സൗദി അറേബ്യ എന്നുള്ള ഡെലിഗേറ്റ്സ് അടക്കം ഇറാനിലേക്ക് എത്തുന്നു, ആയത്തുള്ള അലി ഖമനേനെ കാണുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഷിയ സുന്നി എന്ന് പറയുന്ന റൈവൽറി നിലനിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് യഥാർത്ഥത്തിൽ സൗദി അറേബ്യയും അതേപോലെ തന്നെ ഇറാനും. എന്നിട്ട് ആ ഇറാനിലോട്ട് ഈ പറയുന്ന ഇന്നത്തെ ഷിയായിസത്തിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവായിട്ടുള്ള അലി ഖൊമനയുടെ സംസ്കാര ചടങ്ങുകൾക്ക് സൗദി എന്നുള്ള ഡെലിഗേറ്റ്സ് എത്തി എന്ന് പറയുന്ന സമയത്ത് ആ ഒരു കണക്ഷൻ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രീതി നോക്കണം. അത് മാത്രമല്ല, സൗദി അറേബ്യ നേരിട്ടാണ് അല്ലെങ്കിൽ പോലും ഇടനിലക്കാർ വഴി ഏകദേശം 5ഓളം ബോയിങ്ങിന്റെ 777 വിമാനങ്ങൾ ഇറാനിലോട്ട് കൈമാറി എന്ന് പറയുന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് ആ റീജിയനിലെ തന്നെ അക്സെപ്റ്റൻസ് കിട്ടുന്ന ഒരു രാജ്യമായിട്ട് യഥാർത്ഥത്തിൽ ഈ ഒരു അറ്റാക്ക് ഇറാൻ അറ്റാക്ക് ചെയ്തതും ആയത്തുള്ള അലി ഖൊമൈനി അടക്കമുള്ള ആൾക്കാരെ കൊന്നത് മാറി എന്നുള്ളതാണ്. കംപ്ലീറ്റ് കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഡെവലപ്പ് ആയി പോയി എന്നുള്ളതാണ്. അതിനകത്ത് ഈ സൗദിയിലുള്ള ആൾക്കാർ വന്നപ്പോ അവിടെ പ്ലേ ചെയ്തിട്ടുള്ള ഖുറാനിക് വചനങ്ങളുണ്ട്. അത് ഭയങ്കരമായിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനായിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനും പറ്റുന്ന രീതിയിലാണത്. അതായത് ഈ പറയുന്ന ബദർ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ 313 സഹാബികളും അതേപോലെ തന്നെ ഏകദേശം 1000ഓളം വരുന്ന ഖുറൈശികളും തമ്മിലുള്ള യുദ്ധം നടന്ന സമയത്ത് ഖുറൈശികൾ ഈ 313 ആൾക്കാരെ നോക്കുന്ന സമയത്ത് അവർ ഇരട്ടിയോളം ഉള്ളതായിട്ട് അവർക്ക് തോന്നിപ്പിച്ചു എന്നാ പറയുന്നത്. എന്നിട്ട് അവസാനം ഈ 313 ആളുകൾക്കാണ് അന്നത്തെ വിജയം ഉണ്ടായത്. അപ്പൊ ചെറിയ സംഘം വലിയ സംഘത്തെ തോൽപ്പിച്ചു എന്ന് പറയുന്ന ആ ഒരു വേഴ്സസ് അവർ അവിടെ പ്ലേ ചെയ്തു. അത് തന്നെയല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ മിലിറ്ററി ജയന്റിനെ തോറ്റ് പിന്മാറേണ്ടി വന്നു. ഹോർമോസ് കൈയടക്കാൻ അവർക്ക് പറ്റിയില്ല, അവിടെ റെജീം ചേഞ്ച് കൊണ്ടുവരാൻ അവർക്ക് പറ്റിയില്ല, ഇറാന്റെ ഏതെങ്കിലും തരത്തിലുള്ള ആണവ സംഗതികളെ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല, ടോക്ക് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതേപോലെ തന്നെ അവരുടെ ഡ്രോണുകൾക്ക് മുന്നിൽ പാട്രിയോട്ടിനോ അതേപോലെ തന്നെ ആരോക്കോ അയൺ ഡോമിനോ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. സൂപ്പർസോണിക് മിസൈലുകൾക്ക് മുന്നിലും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. F-35ഉം F-15ഉം ഉപയോഗിച്ചിട്ട് കാര്യമായിട്ടുള്ള രീതിയിൽ ഡാമേജ് ഇറാന് വരുത്താനും സാധിച്ചിട്ടില്ല. അപ്പൊ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ ഡെവലപ്പ് ആയി പോവുകയും ഇറാന് ലോകത്ത് ഇത്രയും കാലം ഇല്ലാതിരുന്ന ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ആയത്തുള്ള അലി ഖമനൈ എന്ന് പറയുന്ന മനുഷ്യൻ മരണപ്പെട്ടതും അയാളുടെ മരണത്തിലൂടെ ഇറാന് വേറെ രാജ്യങ്ങളുമായിട്ടുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു സെറ്റപ്പും കൂടെ യഥാർത്ഥത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം കാണുന്ന സമയത്ത് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആയത്തുള്ള അലി ഖമനൈ എന്ന് പറയുന്ന മനുഷ്യൻ മരിച്ചത്, കൊല്ലപ്പെട്ടത് ഹീറോ ആയിട്ടാണെന്നുള്ളത് നമുക്ക് പറയാം എന്നുള്ളതാണ്.